Hi, welcome to watch this video. Plus 2 Zoology Model Practical Examination Question Analysis ആണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. പ്ലസ് ടു സുവോളജി പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സ്കീമും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും വീട്ടിലിരുന്ന് തന്നെ വളരെ വ്യക്തമായി സുവോളജി പ്രാക്ടിക്കലിനെ കുറിച്ച് മനസ്സിലാക്കി മുഴുവൻ മാർക്കും നേടാവുന്നതാണ്. ആകെ മാർക്ക് 20. സമയം 1.5 മണിക്കൂർ. വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്കീമിൽ തന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് വരുമ്പോൾ പേന, പെൻസിൽ, ഇറേസർ, സ്കെയിൽ, ടവൽ എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും സ്വന്തമായി കയ്യിൽ കരുതുക. മറ്റുള്ളവരുമായി മെറ്റീരിയൽസ് ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ചോദ്യവും സ്വയം ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കൂ. ഓൾ ദ ഐറ്റംസ് ആർ കമ്പൽസറി. മെറ്റീരിയൽസ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ സെൻറ്റർ. പ്രിപ്പറേഷൻ ടൈം 10 minutes. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. പ്രാക്ടിക്കൽ ഡയറി കമ്പൽസറി ആണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എക്സാമിനർ വെരിഫൈ ചെയ്തിട്ടുള്ള റെക്കോർഡാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രാക്ടിക്കൽ ഡയറി പരീക്ഷയ്ക്ക് എടുക്കാൻ ആരും മറക്കില്ലല്ലോ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തേത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടബ്രേറ്റ് ആനിമൽസ് ആണ്. എനി വൺ. Let us see the first question. Identify the given invertebrate animal. Write one identifying character or one economic importance or one adaptation. Score 1. Hydra, liver fluke, ascaris, leech, earthworm, silkworm, honeybee, പൈല, starfish. ഇത്രയുമാണ് തന്നിരിക്കുന്ന സ്പെസിമെൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. തന്നിരിക്കുന്ന സ്പെസിമെൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടറാണോ, എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണോ, അഡാപ്റ്റേഷൻ ആണോ എഴുതേണ്ടതെന്ന് എക്സ്റ്റേണൽ എക്സാമിനർ പറയുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം സ്പെസിഫിക്കായി പഠിക്കേണ്ടതാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഐഡൻറ്റിഫൈ ദ ഫസ്റ്റ് വൺ. ഹൈഡ്ര. ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ്. presence of tentacles, body cylindrical with anterior mouth and posterior basal disc. It shows alternation of generation or metagenesis. ഇനി ഹൈഡ്രയുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെൻറ്റക്കിൾസ് ഹെൽപ്പ് ഇൻ ലോക്കോമോഷൻ ആൻഡ് ഫുഡ് ഗ്യാതറിംഗ്. നീഡോബ്ലാസ്റ്റ് പ്രസൻറ്റ് വിച്ച് ഹെൽപ്സ് ഇൻ ആങ്കറിംഗ്, ഫുഡ് ഗ്യാതറിംഗ് ആൻഡ് ഡിഫെൻസ്. സഞ്ചാരത്തിനും ഭക്ഷണം സ്വീകരിക്കുന്നതിനും ടെൻറ്റക്കിൾസ് സഹായിക്കുന്നു. എന്നാൽ പ്രതലത്തിൽ പറ്റിപ്പിടിക്കുന്നതിനും ഭക്ഷണം കളക്ട് ചെയ്യുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും നീഡോബ്ലാസ്റ്റ് സഹായിക്കുന്നു. നീഡോബ്ലാസ്റ്റ് സെൽസിനെ സ്റ്റിങ്ങിങ് സെൽസ് എന്നും പറയുന്നു. ഇറ്റ് ഹെൽപ്സ് ടു പാരലൈസ് ദ പ്രേ. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. ഹൈഡ്രയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. പ്രിസർവിംഗ് ഇൻ ലബോറട്ടറി ഫോർ സ്റ്റഡീസ്. രണ്ടാമത്തെ ഇൻവെർട്ടബ്രേറ്റ് പിക്ചർ നോക്കൂ. ലിവർ ഫ്ലൂക്ക്. ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ്. Dorsoventrally flattened and leaf-like body, oral suckers present, endoparasites in sheep, excretory organs are flame cells, they are hermaphrodites. Liver fluke. Adaptations. Oral suckers for feeding and ventral suckers help in attachment of the parasite inside the host. Body is covered by cuticle. Cuticle helps to protect the liver fluke from the host enzyme. Anaerobic respiration. High reproductive rate. ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതുക. എക്കണോമിക് ഇമ്പോർട്ടൻസ്. ലിവർ ഫ്ലൂക്ക് കോസസ് ലിവർ റോട്ട് ഡിസീസ്, ഫാഷ്യോളാസിസ്. ലിവർ റോട്ട് ഡിസീസ് കോസസ് ദ ഡെത്ത് ഓഫ് ദ ഷീപ്പ്. ഇറ്റ് കോസസ് ഗ്രേറ്റ് എക്കണോമിക് ലോസ് ഇൻ ഡയറി ആൻഡ് മീറ്റ് ഇൻഡസ്ട്രി. ഒരു പോയിന്റ് എഴുതുക. അടുത്ത ചിത്രം നോക്കൂ. ഐഡൻറ്റിഫൈ ചെയ്തോ. ആസ്കാരിസ് ഓർ റൗണ്ട് വേം. ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ് നോക്കാം. എൻഡോപാരസൈറ്റ് ഇൻഫെക്റ്റിംഗ് ദ ഇൻറ്റസ്റ്റൈൻ ഓഫ് ഹ്യൂമൻസ്. റൗണ്ട് സിലിണ്ട്രിക്കൽ ബോഡി വിത്തൗട്ട് സെഗ്മെൻറ്റേഷൻ. ബോഡി വോൾ വിത്ത് ക്യൂട്ടിക്കിൾ.
Posterior end of the male ascaris is curved ventrally. Sexual dimorphism can be seen. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആസ്കാരിസിൻ്റെ പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് നോക്കാം. ബോഡി ഈസ് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ. Cuticle is resistant to the action of digestive enzymes. Second one, anaerobic respiration. Third one, muscular pharynx help to suck digested foods. Fourth one, digestive glands are absent. Fifth one, circulatory, respiratory and locomotory organs are absent. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. ഇനി ആസ്കാരിസിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. ഇറ്റ് കോസസ് ദ ഡിസീസ് ആസ്കാരിയാസിസ്. Look at the picture of next invertebrate animal. ഇതാണ് ലീച്ച് അല്ലെങ്കിൽ കുളയട്ട. ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സ്: മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, നെഫ്രീഡിയ ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോറെഗുലേഷൻ. ലീച്ച്, parasitic adaptations, presence of suckers for attachment, locomotion and feeding, toothed jaws for making wounds on the skin of the host. Saliva has an anticoagulant called hirudin which prevents blood coagulation. Suctorial pharynx for sucking blood. Large crops with side pockets for storing blood. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. Leech, economic importance. They trouble cattle and man by sucking blood. They are used as fish bait. They form food for some fish and birds. Look at this picture and identify. Earthworm, Ferritima postuma. Identifying characters: presence of clitellum, terrestrial annelid, living in burrows in moist soil, body cylindrical, metamerically segmented, bilaterally symmetrical. It is a hermaphrodite. ഇനി എർത്ത് എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. Earthworms improves the soil and promote plant growth by their burrows make the soil porous. This results in better aeration. They bring fresh subsoil to the surface. Their castings or fecus have more salts. So, earthworm is called nature's ploughman. Earthworms are used as bait for catching fish. They form food for frogs, birds, lizards, etc. അടുത്ത ഇൻവെർട്ടബ്രേറ്റ് ഓർഗാനിസം നോക്കൂ. It is silkworm, Bombyx mori. Identifying characters: silkworm is the caterpillar of the silk moth. Caterpillar has creamy white body divisible into head, thorax and abdomen. Head bears mouth parts, a pair of silk glands and spinneret which spins silk thread. Silkworm economic importance നോക്കാം. Silkworms are reared to get silk. This practice is called sericulture. It provides employment opportunities. Second one is silk is used in textile industry. ഏഴാമത്തെ ഇൻവെർട്ടബ്രേറ്റ് ആനിമൽ നോക്കൂ. Honeybee. Identifying characters: social insects living in colonies and are known for their honey and beeswax. Second one, polymorphic with 3 types of individuals. Queen are called fertile female. They lay eggs. Workers are called non-fertile female. And drones are males. The body is divided into head, thorax and abdomen. Mouth parts adapted for collecting honey. The abdomen consists of wax glands and sting. അടുത്തത് economic importance of honeybee ആണ്. Honeybees are reared to get honey and beeswax. This practice is called apiculture. Honey is used as food and medicine. Beeswax is used for making candles, polishes, cosmetics, ointments, etc. Honeybees pollinate flowers. എട്ടാമത്തെ ഇൻവെർട്ടബ്രേറ്റ് ആനിമലാണ് ഈ പിക്ചറിൽ തന്നിരിക്കുന്നത്. The given specimen is snail or Pila globosa. Identifying characters നോക്കാം. First one, it is a freshwater and amphibious mollusk. Second one,
Its body is enclosed within a spiral shell which appears like an apple, so it is called apple snail. Third one, the shell is univalve type, formed of single piece. Fourth one, mantle covers the viscera. Fifth one, ventral foot helps in locomotion. Sixth one, the shell has an opening which is closed by operculum. അടുത്തത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് സ്നെയിൽ ആണ്. യൂസ്ഡ് ആസ് ഫുഡ് ബൈ മാൻ ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ് ഡക്സ്. ദ ഷെൽസ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഡെക്കറേറ്റീവ് ആർട്ടിക്കിൾസ്. ഒമ്പതാമത്തെ, ലാസ്റ്റ് ഇൻവെർട്ടബ്രേറ്റ് ആനിമൽ ഈസ് ഗിവൺ ഇൻ ദിസ് പിക്ചർ. Starfish identifying characters: marine echinoderm, star-shaped body with 5 arms radiating from a central disc, radially symmetrical. The body is distinguished into lower oral surface and an upper aboral surface. Mouth is towards the oral surface or ventral, while the anus is towards the aboral surface or dorsal. The whole body is covered by spines. Each arm has an ambulacral groove with 2 rows of tube feet on its either side of oral surface. ഇതിൽ ഒരു പോയിന്റ് എഴുതിയാൽ മതി. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് starfish. It is used as food. Dried and powdered starfishes form a calcium-rich fertilizer. Starfish eggs are edible. Starfish scavenge or clean the seafloor by feeding on dead animals. They cause a great damage to the clam and oyster beds, reducing pearl production. ഇതോടെ ഇൻവെർട്ടബ്രേറ്റ് ആനിമൽസ് അവസാനിക്കുകയാണ്. ഇതിൽ ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടർ ആയാലും അഡാപ്റ്റേഷൻ ആയാലും എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയാലും ഒന്നിൽ കൂടുതൽ ധാരാളം ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇതിൽ ഐഡൻറ്റിഫിക്കേഷന് അരമാർക്കും ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ഓർ അഡാപ്റ്റേഷൻ ഓർ എക്കണോമിക് ഇമ്പോർട്ടൻസിന് അരമാർക്കും വെച്ച് ആകെ ഒരു സ്കോറാണുള്ളത്. ഇനി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വെർട്ടബ്രേറ്റ് ആനിമൽസ് ആണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഗിവൺ വെർട്ടബ്രേറ്റ് ആനിമൽ. റൈറ്റ് 1 ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ഓർ 1 എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓർ 1 അഡാപ്റ്റേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ ഹാഫ് സ്കോർ, 1 വാല്യൂ പോയിൻറ്റ് ഹാഫ് സ്കോർ ആൻഡ് ടൈം 4 minutes. Look at the picture and identify. The vertebrate animal given in the picture is shark. Identifying characters: streamlined body, mouth is ventral, cartilaginous endoskeleton, gill slits are separate and without operculum. Skin is tough with placoid scales, teeth are modified placoid scale, air bladder absent. Heart is 2-chambered, 1 atrium and 1 ventricle. They are ureotelic animal. Shark is viviparous, that is giving birth to young ones. ഇതിൽ ഒരു ക്യാരക്ടർ എഴുതിയാൽ ഹാഫ് സ്കോർ. Adaptations of shark: streamlined body for easy swimming, placoid scale modified as teeth for feeding. Shark can swim continuously without sinking even though air bladder is absent. Economic importance of shark: they are edible. Shark liver oil is rich in vitamin A. Skin is used in polishing. ഈ പിക്ചർ നോക്കി വെർട്ടബ്രേറ്റ് ആനിമലിനെ ഐഡൻറ്റിഫൈ ചെയ്യൂ. ഇറ്റ് ഈസ് ഫ്രോഗ് or Rana hexadactyla. Identifying characters are: a typical amphibian living in water and moist places on land. The body is divided into head and trunk. Neck and tail are absent. Mouth is wide transverse opening. Tongue is bifid. There are 2 nostrils situated on either side of the head. The eyes are large and bulging. A third eyelid or nictitating membrane covers the eye. There is a circular tympanic membrane behind the eyes. Adaptations of frog: it undergo estivation or summer sleep when ponds dry up. It undergo hibernation or winter sleep in extreme winter cold. Nictitating membrane or third eyelid helps to protect eye during sleeping. The economic importance of frog: frog's flesh is edible. It controls insect population since they feed on insects and their larvae. It is a good experimental animal. ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ ആയാലും അഡാപ്റ്റേഷൻ ആയാലും
എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയാലും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ വെർട്ടബ്രേറ്റ് ആനിമലിനെ പരിചയപ്പെടാം. ഗാർഡൻ ലിസാർഡ്, കലോട്ടസ് വേഴ്സിക്കോളർ. Identifying characters are: body is elongated and slender with an exoskeleton of overlapping scales. Body bears a row of backwardly directed spines on the mid-dorsal side. Limbs are pentadactylic and clawed, capable of changing color to suit their surroundings. It is called camouflage. ഇനി ഗാർഡൻ ലിസാർഡിൻ്റെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Capable of changing color to suit their surroundings, camouflage. ചുറ്റുപാടുകൾക്കനുസരിച്ച് അവയ്ക്ക് നിറം മാറാനുള്ള കഴിവുണ്ട്. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. ഗാർഡൻ ലിസാർഡ് ഡിസ്ട്രോയ് ഇൻസെക്ട്സ്. ഇതാ അടുത്ത വെർട്ടബ്രേറ്റ് സ്പെസിമെൻ ഐഡൻറ്റിഫൈ ചെയ്തോളൂ. The given vertebrate animal is pigeon or Columba livia. The identifying characters are: a short and stout beak is present, there are no teeth. The forelimbs are modified into wings. The hind limbs or feet are short and perching type. Body is streamlined and made light due to the presence of air cavities in the bones. The bones are called pneumatic bones. പൊള്ളയായ അസ്ഥിയിൽ എയർ കാവിറ്റീസ് കാണപ്പെടുന്നത് മൂലം ബോഡി വെയ്റ്റ് കുറയുന്നു. ഇത് പറക്കുന്നതിന് സഹായിക്കുന്നു. ഇനി ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് നോക്കാം. ബോഡി ഈസ് ബോട്ട് ഷേപ്ഡ് ആൻഡ് സ്ട്രീം ലൈൻഡ് ടു റെഡ്യൂസ് റെസിസ്റ്റൻസ് ഇൻ എയർ ഡ്യൂരിങ് ഫ്ലൈറ്റ്. ന്യൂമാറ്റിക് ബോൺസ് ഓർ ഹോളോ ബോൺസ് ടു റെഡ്യൂസ് വെയ്റ്റ്. ഫെദേഴ്സ് പ്രൊവൈഡ് ലൈറ്റ് വെയ്റ്റ് ടു ദ ബോഡി ഫോർ ഫ്ലൈയിങ്. Pigeon economic importance. It eats up grains. Its fecus form a good manure. Earlier it was used as a messenger. ഇതാ അവസാനത്തെ വെർട്ടബ്രേറ്റ് ആനിമൽ. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കൂ. The given vertebrate animal is rabbit. Identifying characters are: placental mammal lives in burrows. The body is covered by soft white hairs. Head bears a pair of eyes, a pair of long pinna, a pair of anterior nostrils and mouth. The upper lip is cleft in the middle. Sensitive hairs or vibrissae are present on the upper lip. Adult females possess 5 pairs of teats or external openings of mammary glands ventrally. Economic importance of rabbit. It gives flesh and fur. It is used as experimental animal in medical research. Skin is used in leather industry. ഇതോടെ വെർട്ടബ്രേറ്റ് ആനിമൽസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുകയാണ്. ഐഡൻറ്റിഫയിങ് ക്യാരക്ടർ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ ഗിവൺ മോഡൽ ഓർ നെയിം ദ മാർക്ക്ഡ് പാർട്ട്. റൈറ്റ് വൺ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. സ്കോർ ഈസ് 1. For identification, half score. Function, half score. Time 4 minutes. 5 മോഡലുകളാണ് തന്നിട്ടുള്ളത്. മോഡൽ ഓഫ് ഹാർട്ട്, കിഡ്നി, ബ്രെയിൻ, ഇയർ ആൻഡ് ഐ. ഏതെങ്കിലും ഒരെണ്ണം. ആദ്യത്തെ മോഡൽ ഇവിടെ വെച്ചിരിക്കുന്നു. ഇത് നോക്കി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. I have already given the first answer. The given model is heart. ഈ ഹാർട്ടിൻ്റെ ചിത്രത്തിൽ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ എഴുതേണ്ടതാണ്. ഐഡൻറ്റിഫിക്കേഷൻ അരമാർക്കും ഫംഗ്ഷൻ അരമാർക്കും ആകെ മാർക്ക് 1. എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് നോക്കാം. ദ ഗിവൺ മോഡൽ ഈസ് ഹാർട്ട്. ദ ലേബിൾഡ് പാർട്ട് ഈസ് ഡാഷ്. ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് ഈസ് ഡാഷ്. യു ഹാവ് ടു ഫിൽ ദാറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് ഹാർട്ടിൻ്റെ സ്പെസിഫൈഡ് പാർട്സും അവയുടെ ഫങ്ഷനുമാണ്. അത് കൃത്യമായി പഠിച്ച് വയ്ക്കുക. അയോട്ട ടേക്സ് എവേ പ്യൂരിഫൈഡ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഡിഫറെൻറ്റ് ബോഡി പാർട്സ്. സുപ്പീരിയർ വീന കാവ brings impure blood from upper body parts to heart.
Inferior vena cava brings impure blood from lower body parts to heart. Pulmonary artery carries impure blood from heart to lungs. Pulmonary vein brings pure blood from lungs to heart. Right atrium receives deoxygenated blood from various parts of the body. Left atrium receives oxygenated blood from the lungs. Right ventricle pumps deoxygenated blood to lungs. Left ventricle pumps oxygenated blood to various parts of the body. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് മോഡലിൽ മാർക്ക് ചെയ്തിരിക്കും. അതിൻ്റെ ഫംഗ്ഷനാണ് എഴുതേണ്ടത്. മറ്റൊരു മോഡലാണ് ഹ്യൂമൻ കിഡ്നി. ആൻസർ എഴുതുമ്പോൾ ദ ഗിവൺ മോഡൽ ഈസ് കിഡ്നി. ദ ലേബൽഡ് പാർട്ട് ഏതാണെന്ന് എഴുതുക. ദ ഫങ്ഷൻ ഓഫ് ദ പാർട്ട് എന്താണെന്ന് എഴുതുക. ഇനി പാർട്സും ഫങ്ഷനും നോക്കാം. ഹൈലം ഫങ്ഷൻ ഈസ് ഒറിജിൻ ഓഫ് യൂറിറ്റർ. ദ റീനൽ ആർട്ടറി ആൻഡ് റീനൽ വെയിൻ പാസ് ഇൻ ആൻഡ് ഔട്ട് അറ്റ് ദ ഹൈലം. സെക്കൻഡ് വൺ ഈസ് റീനൽ ക്യാപ്സ്യൂൾ. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് കിഡ്നി. തേർഡ് വൺ റീനൽ കോർട്ടെക്സ് carries Malpighian tubules and both distal and proximal convoluted tubules. Renal medulla carries Henle's loop and collecting tubules. Renal pelvis conducts urine from kidney to ureter. Ureter conducts urine from kidney to urinary bladder. Renal artery supplies blood to the kidney. Renal vein collects blood from the kidney. അടുത്ത മോഡൽ ഹ്യൂമൻ ബ്രെയിൻ ആണ്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ദ ഗിവൺ മോഡൽ ഈസ് ബ്രെയിൻ എന്ന് എഴുതണം. ദ ലേബൽഡ് പാർട്ട് ആൻഡ് ഫങ്ഷൻ വി ഹാവ് ടു റൈറ്റ്. Human brain part 1 cerebrum. It controls voluntary and involuntary movements. It receives a number of sensory stimuli. It is seat of memory, intelligence, reasoning and learning. Second part is midbrain. It controls vision and auditory stimuli. Third part is cerebellum. It coordinates the voluntary movements. It also controls equilibrium and posture of the body. Fourth part is medulla oblongata. It controls involuntary functions and it controls coughing, sneezing, vomiting, urinating, blood pressure, etc. Fifth part is pons varoli. It carries impulses from one hemisphere of the cerebellum to the other. Sixth part is spinal cord. It conducts sensory and motor impulses to and from the brain and it controls reflex action of the body. ഇവിടെ തന്നിരിക്കുന്ന നാലാമത്തെ മോഡൽ നോക്കൂ. ദ ഗിവൺ മോഡൽ ഈസ് ഇയർ. ഇനി ലേബൽഡ് പാർട്ട് ഫങ്ഷൻസും നോക്കാം. ഫസ്റ്റ് പാർട്ട് ഈസ് പിന്ന ഓർ എക്സ്റ്റേണൽ ഇയർ. ഇറ്റ്സ് ഫങ്ഷൻ ഈസ് Pinna collects sound waves and directs them to external auditory canal. Second one is external auditory canal. It helps in the passage of sound waves to eardrum and also secretes earwax. Third part is tympanic membrane. It vibrates on receiving the sound waves and transmits them to the internal ear. നാലാമത്തെ ഭാഗത്തിൻ്റെ പേരാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. It helps to balance the air pressure on the tympanum so that it is not damaged. Fifth part is ear ossicles. There are 3 bones in the ear ossicles. They are malleus, incus, stapes. Its function is help in the transmission of vibrations from tympanum to the internal ear and also increase the force of vibration by approximately 10 times. ആറാമത്തെ ഭാഗം semicircular canals. It helps in maintenance of balance. Cochlea. It helps in hearing. And last one, auditory nerve.
Auditory nerve pass impulses of sound waves from cochlea to the brain. Look at this model and identify. The given model is eye. Labeled പാർട്ടും അവയുടെ ഫംഗ്ഷനും നോക്കാം. First part is sclera. It protects eyeball. Second one, cornea. It acts as a transparent window and admits light rays into the eye. Choroid. It darkens the cavity of the eyeball. It provides nutrition to retina. Next part is iris. It regulates the amount of light entering the eyeball by varying the size of the pupil. Retina. Formation of the image of the object. It increases the light absorbing power. Lens. Refracts light rays and brings the image into a sharp focus on retina. Optic nerve. Nerve impulses are transmitted from retina to visual area of cerebrum. നാലാമത്തെ ചോദ്യം. Identify the type of joint. Write one peculiarity. For identification, half score. Peculiarity, half score. Total, score 1. Time 4 minutes. ഈ സ്കെലിറ്റൻ സൂക്ഷിച്ചു നോക്കി വിവിധ ജോയിൻറ്റുകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുക. ലുക്ക് അറ്റ് ദിസ് പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ജോയിൻറ്റ്. ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ജോയിൻറ്റ് ബിറ്റ്വീൻ സ്കൾ ആൻഡ് അറ്റ്ലസ് വെർട്ടബ്ര ഓൺ ആക്സിസ് വെർട്ടബ്ര. പെക്യുലാരിറ്റി പിവട്ട് ജോയിൻറ്റ് ഹാഫ് മാർക്ക് വെച്ച് 1 മാർക്ക്. പെക്യുലാരിറ്റി allow rotational movement of skull and atlas on axis vertebra. ഇതാ രണ്ടാമത്തെ തരം ജോയിൻ്റ് തന്നിരിക്കുന്നു. ഈ പിക്ചർ നോക്കൂ. ഇതിൻ്റെ ഉത്തരം ഐഡൻറ്റിഫിക്കേഷൻ ഷോൾഡർ ജോയിൻ്റ് അല്ലെങ്കിൽ ഹിപ്പ് ജോയിൻ്റ്, അങ്ങനെ 2 ജോയിൻ്റ് തരാം. ടൈപ്പ് ഓഫ് ജോയിൻ്റ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് എഴുതണം. പെക്യുലാരിറ്റി ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്. വീണ്ടും ഹാഫ് പ്ലസ് ഹാഫ് 1 സ്കോർ. ഇതാണ് മറ്റൊരു ജോയിൻ്റ്. ഇതിൽ 2 ജോയിൻറ്റുകളുണ്ട്, എൽബോ ജോയിൻറ്റും നീ ജോയിൻറ്റും. ഇത് രണ്ടും ഹിഞ്ച് ജോയിൻറ്റുകളാണ്. സോ ഐഡൻറ്റിഫിക്കേഷൻ എൽബോ ജോയിൻറ്റ് ഓർ നീ ജോയിൻറ്റ്. ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഈസ് ഹിഞ്ച് ജോയിൻറ്റ്. പെക്യുലാരിറ്റി ഇറ്റ് അലൗസ് മൂവ്മെൻറ്റ് ഓൺലി ഇൻ 1 plane. 1 score. Question number 5. Draw the digestive system of cockroach. Label 2 parts. Drawing 2 mark. Labeling 1 mark. Time 15 minutes. Or question under. Draw the mouth parts of cockroach. Label 2 parts. Again, drawing 2 marks. Labeling 1 mark. Time 15 minutes. കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വേരിയസ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സലൈവറി ഗ്ലാൻഡ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, ഹെപ്പാറ്റിക് സീക്കെ, മീസെൻട്രോൺ, മാൽപിജിയൻ ട്യൂബ്യൂൾസ്, ഇലിയം, കോളൻ, റെക്റ്റം, ഏനസ്. ഇതിലേതെങ്കിലും 3 ഭാഗങ്ങൾ ലേബൽ ചെയ്യാൻ പറയും. ലുക്ക് അറ്റ് ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. ഇതിൽ 5 ഭാഗങ്ങളാണുള്ളത്. ലേബ്രം, ലേബിയം, മാൻഡിബിൾ, മാക്സില ആൻഡ് ഹൈപ്പോഫാരിങ്സ്. ഇതിൽ മാൻഡിബിളും മാക്സിലയും ഓരോ പെയർ വീതം കാണപ്പെടുന്നു. ഏതെങ്കിലും 2 എണ്ണം അടയാളപ്പെടുത്തിയാൽ മുഴുവൻ മാർക്കും കിട്ടും. Question number 6. Identify the sample which contains glucose or starch or albumin from the given samples A and B. Identification 1 score, procedure half score, result half score, total 2 score. എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുൻപായി ആൻസർ ഷീറ്റിൽ 2 കോളംസ് വരയ്ക്കുക. സാമ്പിൾ എ, സാമ്പിൾ ബി. അതിൽ പ്രൊസീജിയർ, ഒബ്സർവേഷൻ, ഇൻഫറൻസ് എന്നീ കോളംസ് ഉണ്ടാക്കുക. പ്രൊസീജിയർ കൃത്യമായി എഴുതുക. അതിനുശേഷം എക്സ്പെരിമെൻ്റ് ചെയ്യുക. ചെയ്ത എക്സ്പെരിമെൻ്റ് എക്സ്റ്റേണൽ എക്സാമിനറെ കൊണ്ട് കാണിച്ച് അതിൻ്റെ ഒബ്സർവേഷനും ഇൻഫറൻസും റിപ്പോർട്ട് ചെയ്യുക. അതിനുശേഷം തിരിച്ച് സീറ്റിൽ വന്ന് ആൻസർ ഷീറ്റിൽ ഒബ്സർവേഷനും ഇൻഫറൻസും രേഖപ്പെടുത്തുക. മറക്കാതെ റിസൾട്ട് എടുത്തെഴുതുക. 6ാമത്തെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം
Identify the sample which contains glucose from the given samples A and B. Score 2. Sample A. Procedure. Take 2 ml of sample solution A in a test tube. Add 2 ml of Benedict's reagent to it and boil. Observation: no red yellow precipitate. Inference: absence of sugar in sample A. Sample B. Procedure. Take 2 ml of sample solution B in a test tube. Add 2 ml of Benedict's reagent to it and boil. Observation: red yellow precipitate. Inference: presence of sugar. Result: sugar is present in sample B. Identify the sample which contains starch from the given samples A and B. Sample solution A. Experiment. Take 2 ml of sample solution A in a test tube. Add 2 drops of Lugol's iodine solution to it. Observation: solution does not turn to blue-black color. Inference: absence of starch. Result: the given sample solution A does not contain starch. Sample B. Procedure. Take 2 ml of sample solution B in a test tube. Add 2 drops of Lugol's iodine solution to it. Observation: solution B turns blue-black color. Inference: presence of starch in sample solution B. Result: the given sample solution B contains starch. ആറാമത്തെ ചോദ്യത്തിൽ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ സാമ്പിൾ വിച്ച് കണ്ടെയ്ൻസ് ആൽബുമിൻ ഫ്രം ദ ഗിവൺ സാമ്പിൾ സൊല്യൂഷൻസ് എ ആൻഡ് ബി. സാമ്പിൾ എയുടെ ടെസ്റ്റ് നോക്കാം. എക്സ്പെരിമെൻറ്റ്. ടേക്ക് 2 ml of sample solution A in a test tube. Add 2 drops of sulfosalicylic acid to it. Observation: formation of white cloudy precipitate. Inference: presence of albumin in sample solution A. Result: the given sample solution A contains albumin. Next, sample B. Procedure: take 2 ml of sample solution B in a test tube. Add 2 drops of sulfosalicylic acid to it. No white cloudy precipitate. Absence of albumin in sample solution B. The given sample solution B does not contain albumin. ഏഴാമത്തെ ചോദ്യം. Identify the urine sample of diabetic patient, or the sample contains albumin from the given samples A and B. Identification 1 mark, procedure half, result half, total 2 marks. നേരത്തെ എഴുതിയ പോലെ തന്നെയാണ് പ്രൊസീജിയർ എഴുതുന്നത്. Procedure: take 2 ml of sample solution A in a test tube. Add 2 ml of Benedict's reagent to it and boil. Observation: no red yellow precipitate. Inference: absence of sugar in urine sample A. Sample B. Procedure: take 2 ml of sample solution B in a test tube. Add 2 ml of Benedict's reagent to it and boil. Observation: red yellow precipitate. Inference: presence of sugar in urine sample B. So final result is sample B is the diabetic patient's urine. ചോദ്യത്തിനനുസരിച്ച് റിസൾട്ട് എഴുതുക. ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റെ യൂറിൻ അനാലിസിസ് ചെയ്യുമ്പോഴോ മറ്റൊരു റിയേജൻറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഫെല്ലിംഗ് സൊല്യൂഷൻ 1 and 2 രണ്ട് റിയേജൻസ് ആണ്. ഇത് ഈക്വൽ എമൗണ്ടിൽ എടുക്കണം ബെനഡിക്ട്സ് റിയേജൻറ്റിന് പകരം. സോ വി ഹാവ് ടു റൈറ്റ് ദ പ്രൊസീജിയർ അക്കോർഡിംഗ്ലി. ഏഴാമത്തെ ചോദ്യത്തിൽ യൂറിൻ സാമ്പിളിൽ ആൽബുമിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഐഡൻറ്റിഫൈ ദ യൂറിൻ സാമ്പിൾ കണ്ടെയ്ൻസ് ആൽബുമിൻ ഫ്രം ദ ഗിവൺ സാമ്പിൾസ് എ ആൻഡ് ബി. യൂറിൻ സാമ്പിളിൽ ആൽബുമിൻ ഉണ്ടോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? എക്സ്പെരിമെൻറ്റ്. ടേക്ക് 2 ml of urine sample A in a test tube. Add 2 drops of sulfosalicylic acid to it. Observation: presence of white cloudy precipitate. Inference: presence of albumin in urine sample A. Result: the given urine sample A contains albumin. Next, sample B. Experiment. Take 2 ml of urine sample B in a test tube. Add 2 drops of sulfosalicylic acid to it. Observation: no white cloudy precipitate. Inference: absence of albumin in urine sample B. Result: the given urine sample B does not contain albumin. Eighth question. Identify the pathogen, name the disease caused by it, and write one symptom. Identification half score, disease half score, symptom 1 score, and total score is 2. Time 4 minutes. ഡിസീസ് കോസിംഗ് പാത്തോജൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യുക.
രോഗത്തിൻ്റെ പേരെഴുതുക, സിംറ്റം എഴുതുക. നെയിം ഓഫ് പാത്തോജൻ ഈസ് പ്ലാസ്മോഡിയം വൈവാക്സ്. ഡിസീസ് കോസ്ഡ് ഈസ് മലേറിയ. സിംറ്റംസ് ഫീവർ, ഷിവറിംഗ്, ഹെഡേക്ക്, മസിൽ പെയിൻ, സ്വെറ്റിംഗ്, അനീമിയ. ടോട്ടൽ സ്കോർ 2. Identify this pathogen, the disease caused by it, and the symptom. The pathogen is Entamoeba histolytica. Disease caused is amoebiasis or amoebic dysentery. Symptoms: watery fecus mixed with blood, abdominal pain, ulcers. ഇതിലേതെങ്കിലും ഒരു സിംറ്റം എഴുതിയാൽ മതി. ടോട്ടൽ സ്കോർ 2. അടുത്തത്, ഈ പാത്തോജനെ നിങ്ങൾ തിരിച്ചറിയുക. The disease caused by it and symptom. Answer: pathogen is Ascaris lumbricoides or roundworm. Disease caused is Ascariasis or worm trouble. Symptoms: diarrhea, fever, vomiting, anemia, colic pains, pulmonary discomfort. ഇതിലേതെങ്കിലും ഒന്ന് എഴുതുക. ടോട്ടൽ മാർക്ക് 2. 9ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പിക്ചർ റിലേറ്റഡ് ടു എംബ്രിയോളജി. സ്കെച്ച് ആൻഡ് ലേബൽ 1 പാർട്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഹാഫ് സ്കോർ, സ്കെച്ച് 1 സ്കോർ, ലേബലിംഗ് ഹാഫ് സ്കോർ. ടോട്ടൽ സ്കോർ 2. Time 7 minutes. Look at this picture, identify it and draw and label. പ്രധാനപ്പെട്ട ഒരു ഭാഗം ലേബൽ ചെയ്തിരിക്കണം. തന്നിരിക്കുന്ന ഡയഗ്രാം TS ഓഫ് ടെസ്റ്റിസ് ആണ്. അത് സ്കെച്ച് ആൻഡ് ലേബൽ ചെയ്യണം. സ്പെർമാറ്റോഗോണിയം, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സെർട്ടോളി സെൽ, സ്പെർമാറ്റോസോവ. ഇതിലേതെങ്കിലും ഒന്ന് ലേബൽ ചെയ്യുക. ടോട്ടൽ സ്കോർ 2. ഐഡൻറ്റിഫൈ ദിസ് ഡയഗ്രാം ആൻഡ് സ്കെച്ച് ആൻഡ് ലേബൽ. It is TS of ovary. Sketch and label 1 part. The parts are primary follicle, mature Graafian follicle, corpus luteum, ovum, released ovum. ഇതിലേതെങ്കിലും ഒന്ന് ലേബൽ ചെയ്യുക. ടോട്ടൽ മാർക്ക് 2. അടുത്ത ഡയഗ്രാം നോക്കൂ. ഐഡൻറ്റിഫൈ ചെയ്യൂ, സ്കെച്ച് ആൻഡ് ലേബൽ ചെയ്യൂ. The diagram is TS of blastula. Sketch and labeling: ട്രോഫോബ്ലാസ്റ്റ്, ഇന്നർ സെൽ മാസ്, ബ്ലാസ്റ്റോസെൽ. ഇതിലേതെങ്കിലും ഒന്ന് ലേബൽ ചെയ്യുക. ടോട്ടൽ സ്കോർ 2. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, പലപ്പോഴും കുട്ടികൾ ടെസ്റ്റിസ്, ഓവറി, ബ്ലാസ്റ്റുല എന്ന് ഉത്തരമെഴുതാറുണ്ട്. അതിൻ്റെ യഥാർത്ഥ ആൻസർ TS ഓഫ് ടെസ്റ്റിസ്, TS ഓഫ് ഓവറി, TS ഓഫ് ബ്ലാസ്റ്റുല എന്നതാണ്. കാരണം ട്രാൻസ്വേഴ്സ് സെക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. വൈവ വോസ്. Ask informally simple questions related to physiological experiments. Time 1 minute. Score 1. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫിസിയോളജി എക്സ്പെരിമെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അത് വളരെ ഇൻഫോർമലായിട്ടായിരിക്കും ചോദിക്കുക. നിങ്ങളതിൻ്റെ മറുപടി പറഞ്ഞാൽ മതി. 11ാമത്തേത് പ്രാക്ടിക്കൽ ഡയറിയാണ്. സ്കോർ 3. പ്രാക്ടിക്കൽ ഡയറിയിൽ സ്കീം പ്രകാരമുള്ള എല്ലാ ഡയഗ്രാംസും ഫിസിയോളജി എക്സ്പെരിമെൻറ്റ്സും ഉൾപ്പെടുത്തിയിരിക്കണം. ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ടോപ്പിക്സ് എല്ലാം ഉണ്ടായിരിക്കണം. കണ്ടൻറ്റ് പേജ് എല്ലാം ഫില്ല് ചെയ്തിരിക്കണം. അധ്യാപകരുടെ സൈൻ, സ്കൂളിൻ്റെ സീൽ എല്ലാം വേണം. നിർബന്ധമായും എക്സാമിന് കൊണ്ടുവരേണ്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടുന്നതാണ് പ്രാക്ടിക്കലിന്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.